പ്രതിഭയും അതിഥിയും. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭാശാലികളെയും വിശിഷ്ടാതിഥികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി പ്രതിഭയും അതിഥിയും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രതിഭയും അതിഥിയും പരിപാടിയിലേക്ക് സ്വാഗതം. വയനാടിന്റെ കലാരംഗത്ത് ശ്രദ്ധേയമായ ചുവടുവെപ്പുകളുമായി മുന്നേറുന്ന യുവ നർത്തകനാണ് നിവേദ് ഷാജി. കൽപ്പറ്റ NMSM ഗവൺമെന്റ് കോളേജിലെ M.Com വിദ്യാർത്ഥിയായ നിവേദ് തന്റെ പഠനത്തോടൊപ്പം തന്നെ നൃത്തവേദികളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഈ വർഷത്തെ എഫ്സോൺ കലാപ്രതിഭാ പട്ടം നേടിയ നിവേദ് ഷാജിയുടെ വിശേഷങ്ങളിലേക്ക്. ഏതൊക്കെ ഐറ്റത്തിനായിരുന്നു നിവേദ പങ്കെടുത്തത്? ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം, നാടോടി നൃത്തം. എത്ര വർഷമായിട്ട് നൃത്തം പഠിക്കുന്നുണ്ട്? ഞാനിപ്പോൾ 18 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. കലാമണ്ഡലം റെസി ടീച്ചറിന്റെ അണ്ടറിലാണ് പഠിക്കുന്നത്. റെസി ടീച്ചറുടെ കീഴിലാണ് പഠിക്കുന്നത് അല്ലേ? എല്ലാ ഐറ്റവും അവിടെ തന്നെയാണോ? അതെ, എല്ലാ ഐറ്റവും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പം ടീച്ചറിന്റെ കൂടെ ക്ലാസ് എടുക്കാനും പോകുന്നുണ്ട്. അതെയോ? നിവേദ് സ്വന്തമായിട്ടാണോ അതോ ടീച്ചറോടൊപ്പം ചേർന്നാണോ പഠിപ്പിക്കുന്നത്? ടീച്ചറിന്റെ കൂടെ തന്നെ, ടീച്ചറിന്റെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ നൃത്തത്തോടുള്ള ഒരു താല്പര്യം തോന്നിയതും ഇത് പഠിക്കണം എന്ന് തീരുമാനിച്ചത് എങ്ങനെയാണ്? ചെറുപ്പത്തിൽ അമ്മ കൊണ്ടുപോയി വിട്ടതാണ് ഡാൻസ് ക്ലാസ്സിൽ. ആദ്യമേ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ 8ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ജില്ലാ കലോത്സവങ്ങളൊക്കെ വന്ന സമയത്താണ് ഇൻട്രസ്റ്റഡ് ആയത്. പിന്നെ കലോത്സവങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ അതിനോടുള്ള ഇഷ്ടം കൂടി വന്നു. സ്കൂൾ തലത്തിലും കലോത്സവങ്ങൾക്കൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ടാവുമല്ലോ. അന്ന് ഏതൊക്കെ ഐറ്റത്തിനായിരുന്നു? ഇതേ ഐറ്റം തന്നെയായിരുന്നു, മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ 8ാം ക്ലാസ് തൊട്ടാണ് മത്സരിക്കാൻ തുടങ്ങിയത്. 8, 9, 10 +1 4 വർഷം കേരള നടനം, കുച്ചിപ്പുടി ഇവന്റുകൾക്കാണ് ഞാൻ സ്റ്റേറ്റ് പോയിട്ടുള്ളത്. ഭരതനാട്യം ഞാൻ ജില്ലാതലം വരെ പോയിട്ടുണ്ട്. 2ാം സ്ഥാനമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ യൂണിവേഴ്സിറ്റി ലെവലിലാണ് ഞാൻ ഫോക്ക് മത്സരിക്കാൻ തുടങ്ങിയത്. ഈ പഠനവും നൃത്തവും എല്ലാം കൂടെ ഒന്നിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നു? അതിനുള്ള ഒരു സമയം കൂടെ നമ്മൾ കണ്ടെത്തണമല്ലോ. എങ്ങനെയാണ്? അത് കുഴപ്പമില്ല, അത് മാനേജ് ചെയ്ത് പാഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പഠിത്തത്തിനും ഇതിനും വേണ്ടിയിട്ട് വേറെ ഒരു സമയം കണ്ടെത്തണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇപ്പം സാമ്പത്തികമായിട്ടും കുറച്ച് നമ്മൾ കരുതണമല്ലോ ഇങ്ങനെ ഒരു കലാരൂപം പഠിക്കുമ്പോൾ. നമുക്കറിയാം, ഡ്രസ്സിങ്ങിനാണെങ്കിലും ക്ലാസ്സിനാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട യാത്രകൾക്കാണെങ്കിലും ഒക്കെ സാമ്പത്തികവും കൂടെ ഒരു പ്രശ്നമാണ്. അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ എക്സ്പെൻസീവ് ആണ്. എൻ്റെ അച്ഛനൊരു കൃഷിക്കാരനാണ്, അതേപോലെ അമ്മ വീട്ടമ്മയാണ്. അപ്പം അവരുടെ ഒരു ആഗ്രഹമാണ്. അപ്പം കുഴപ്പമില്ല, നമുക്കത് എന്താ പറയുക, കഷ്ടപ്പെട്ടാലും നമുക്ക് അതിനുള്ളൊരു റിസൾട്ട് കിട്ടും എന്നുള്ളൊരു ബോധ്യമുള്ളപ്പം നമുക്ക് പൈസ പോയാലും നമ്മുടെ കഴിവുകളെ എങ്ങനെയും വളർത്തിയെടുക്കണം എന്നുള്ളൊരു ചിന്തയാണ്. നൃത്തത്തിൽ മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും താല്പര്യം തോന്നിയിട്ടുണ്ടോ? മ്യൂസിക്കോ? പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷെ പാടാറില്ല. നൃത്തമാണ് മെയിനായിട്ടുള്ള പാഷൻ. ഇപ്പോൾ പലരും പാഷനാണ് എങ്കിലും നന്നായി ട്രെയിൻ ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ +2 ഒക്കെ കഴിയുന്നതോടെ പലരും നൃത്തം അല്ലെങ്കിൽ എന്താണെങ്കിലും പഠിക്കുന്നത് മിക്കവരും ഉപേക്ഷിക്കാറാണ് പതിവ്. ഒരു കോളേജിലേക്കൊക്കെ പോകുമ്പം തുടർന്നു കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. നിവേദിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു? എല്ലാവരും സപ്പോർട്ടായിരുന്നോ? കോളേജിലേക്ക് എത്തിയതിനു ശേഷം ഏത് രീതിയിലായിരുന്നു? കോളേജിലേക്ക് എത്തിയതിന് ശേഷമാണ് സത്യത്തിൽ ഡാൻസിന് പോകണം എന്നുള്ളൊരു കൂടുതലായിട്ടുള്ള ചിന്ത വന്നത്. കാരണം +2 വരെയുള്ള ഒരു എന്താ പറയുക, ബാക്കിയുള്ളവരുടെ ഒരു പെരുമാറ്റം അല്ലായിരുന്നു കോളേജിലെത്തിയപ്പം. കോളേജിലെത്തി കഴിഞ്ഞപ്പോഴും കൂട്ടുകാരായാലും ടീച്ചേഴ്സ് ആയാലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. യൂണിവേഴ്സിറ്റി ലെവലുകളിൽ മത്സരിക്കണം, സമ്മാനം മേടിക്കണം. പിന്നെ അവർക്കാണെങ്കിലും ഭയങ്കര താല്പര്യമാണ് ഇങ്ങനെ ഡാൻസിന് പോകുന്ന ഒരു കുട്ടി. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ യൂണിവേഴ്സിറ്റി ലെവലിലോട്ട് മത്സരിക്കാൻ തുടങ്ങിയത്. കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? കേരളത്തിന് പുറത്തായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വരുന്നുണ്ട്. ബാംഗ്ലൂരും ചെന്നൈയൊക്കെ ആയിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് ഭാവിയിലോട്ട് ഇത് പാഷനായിട്ട് കോമ്പറ്റീഷൻ ലെവൽ മാറ്റി നിർത്തി അത് പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാനും താല്പര്യമുണ്ട്. വേറൊരു ജോലി നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഡാൻസും ഒരു പാഷനായിട്ട് തന്നെ ജീവിതാവസാനം വരെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഇപ്പോൾ ഒരു മത്സരത്തിന്, ഇപ്പോൾ കലോത്സവത്തിന് സ്കൂൾ തലത്തിലാണെങ്കിലും ക്യാമ്പസ് തലത്തിലൊക്കെ ആണെങ്കിലും നിവേദ പങ്കെടുക്കുന്നുണ്ട്. കലോത്സവത്തെ കുറിച്ച് പല പരാതികളും പലരും ഉന്നയിച്ച് കേൾക്കാറുണ്ട്. ശരിക്കും കലോത്സവ വേദികളിൽ അങ്ങനെ ഉണ്ടോ? എങ്ങനെയാണ്? കലോത്സവത്തിൽ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ യൂണിവേഴ്സിറ്റി ലെവൽ മത്സരമാണ്. 3 തവണയും കലാപ്രതിഭയായതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഈ കഴിഞ്ഞ കാലയളവിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പണത്തിനും സ്വാധീനത്തിനും ഒക്കെ എന്താ പറയുക കൂടുതലും
എന്താ പറയുക, കലോത്സവങ്ങളെ എന്താ പറയുക ഒരു വിപണിയായിട്ട് എടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ പലരും ഇപ്പൊ കല പഠിക്കുന്നതും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ പ്രൈസ് നേടാൻ ഗ്രേസ് മാർക്കൊക്കെ ലക്ഷ്യം കണ്ടുകൊണ്ടാണ്. ആ ഒരു രീതിയും ഇപ്പൊ തുടർന്ന് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം കുട്ടികളെല്ലാവരും ഒരു കോമ്പറ്റീഷൻ ലെവലുകൾക്ക് ഉപരിയായിട്ട് കല എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു കടൽ പോലെയാണ്. അപ്പം അതൊരിക്കലും നമുക്ക് പഠിച്ചാൽ തീരില്ല. അതിൻ്റെ അകത്ത് നമ്മൾ ഇന്നറായിട്ട് കുറേ പഠിക്കാനുണ്ട്, കാര്യങ്ങളുണ്ട്. അതൊന്നുമല്ല കുട്ടികൾക്ക് ഇപ്പം അവരുടെ പാരൻസ്, കുട്ടികളെ പറയുന്നില്ല, കുട്ടികളുടെ പാരൻസ് അവരുടെ കോമ്പറ്റീഷൻ മാത്രം ബേസ് ചെയ്തിട്ടാണ് ഡാൻസുകളൊക്കെ പഠിപ്പിക്കുന്നത്. അവരൊരു എന്താ പറയുക ഒരു എഡ്യൂക്കേഷൻ ലെവൽ കഴിയുമ്പോൾ അവർ ഡാൻസ് നിർത്തുന്നു. അല്ലാതെ അത് പ്രൊഫഷനായിട്ട് ആരും കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പം നിവേദ് പറഞ്ഞു കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഇപ്പം സാധാരണക്കാരായിട്ടുള്ള കുട്ടികളുണ്ടാവും, നല്ല താല്പര്യമുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് മുന്നോട്ട് വരാൻ എന്തെങ്കിലും വഴികളുണ്ടോ? അങ്ങനെയുള്ളവർക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആൺകുട്ടികൾക്ക് സൗജന്യ പരിശീലനമാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഒരു കുട്ടികൾക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല, കഴിവുള്ള കുട്ടികളാണെങ്കിൽ നമ്മളവരെ ഫ്രീ ആയിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അവരെ കഴിവുകൾ എങ്ങനെയും പുറത്തെത്തിക്കണം എന്നുള്ളൊരു മൈൻഡാണ് നമ്മുടെ ക്ലാസ്സിലുള്ളവർക്കും ടീച്ചർക്കായിക്കോട്ടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് സ്റ്റേജുകളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ നിവേദനം ഉണ്ടായിട്ടുണ്ടോ? നല്ലതും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൂടുതലും പറയാനുള്ളത് നല്ലത് തന്നെയാണ്. മോശങ്ങളെക്കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നുമില്ല. നല്ല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി ലെവലിൽ ഇന്റർ സോൺ കലോത്സവത്തിൽ എനിക്ക് 1ാം സ്ഥാനം ലഭിച്ചു. കേരള നടനത്തിൽ 5 ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ അതേപോലെ 10th പഠിക്കുന്ന സമയത്താണെങ്കിലും സ്റ്റേറ്റ് ഫസ്റ്റ് വന്നു. അപ്പം അതിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമ്മളിപ്പോൾ ഒരു മത്സരത്തിന് പ്രൈസ് കിട്ടി, സ്കൂൾ തലത്തിലാണെങ്കിൽ ഗ്രേസ് മാർക്ക് നൽകുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ നിവേദന? ഗ്രേസ് മാർക്ക് കൊടുക്കുന്നത് നല്ലൊരു ഇതാണെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഇത്രയും ദിവസത്തെ പ്രാക്ടീസും കഷ്ടപ്പാടും അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രേസ് മാർക്ക് മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. അവരുടെ കഴിവുകൾ അവർ എന്താ പറയുക കാണിച്ചിട്ട് അവർക്ക് കിട്ടുന്ന മാർക്കല്ലേ. അപ്പം അത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പെർഫോം ചെയ്യാൻ കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പം ബേസിക്കലി നമുക്ക് അമ്പലങ്ങളിലെ പ്രോഗ്രാമായിട്ടും അതേപോലെ റിസോർട്ടുകൾ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് കിട്ടാറുണ്ട്. പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് മുന്നോട്ടുള്ള പ്ലാൻ? എന്തൊക്കെയാണ് മുന്നോട്ട്? പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ ഞാൻ PG 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അടുത്തായിട്ട് BEd എടുക്കണം എന്നാണ് ആഗ്രഹം. അതുപോലെ തന്നെ ഡാൻസിന്റെ ഡിപ്ലോമാസും അങ്ങനെ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പുറത്തെവിടെയെങ്കിലും പോയി പഠിക്കാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പുറത്തു പോയി പഠിക്കണമെന്നും പെർഫോം ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം രസിക രഞ്ജിനി സഭ അതേപോലെ അങ്ങനെ കുറെ സഭകളുണ്ട് ചെന്നൈ ബേസ്ഡ് ആയിട്ടൊക്കെ ആയിട്ട്. അപ്പം അവിടെയൊക്കെ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട്, കച്ചേരികൾ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. ഭാവിയിൽ അങ്ങനെ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. റെസി ടീച്ചറുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? റെസി ടീച്ചറിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരു മോനെ പോലെയാണ് നോക്കുന്നത്. ഏതൊരു കാര്യത്തിനും എന്നെ എല്ലാ കാര്യത്തിനും പുഷ് ചെയ്യും. നീ അതിന് മത്സരിക്കണം, അങ്ങനെ കളിക്കുക, ഒരു കറക്ഷൻ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒരു 5-6 തവണയൊക്കെ വെച്ച് പറഞ്ഞു തരും. അത് കറക്ഷൻ ആവുന്നിടം വരെ ടീച്ചർക്ക് അത് മൈൻഡിൽ ഓക്കെ ആവുന്നിടം വരെ അത്രയും കളിപ്പിക്കും. അപ്പം അതൊക്കെ ഒരു ശിഷ്യനെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവിടെ ഇപ്പൊ എത്ര കുട്ടികളുണ്ട് പഠനത്തിൽ? നിലവിൽ നമുക്ക് ബത്തേരി പുൽപ്പള്ളി ആണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ളത്. ഏകദേശം 150-200 കുട്ടികളുണ്ട് 2 ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ആയിട്ട്. കോളേജിൽ നിവേദനോടൊപ്പം പെർഫോം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? കോളേജ് ലെവൽ തൊട്ട് നമ്മൾ മത്സരിച്ചിട്ട് തന്നെയാണ് വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ആരും ഇല്ല. പക്ഷെ കോളേജ് ലെവലിൽ തന്നെ നമ്മൾ മത്സരങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. അത് ആൺകുട്ടികളും പെൺകുട്ടികളും കോമൺ ആണ് മത്സരം. യൂണിവേഴ്സിറ്റി ലെവലാകുമ്പോൾ പെൺകുട്ടികളുടെ കൂടെ മത്സരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് ഇതിന്റെ കൂടെ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ട് ശൈലിയാണ്. ആൺകുട്ടികളുടേതായിട്ടുള്ള ശൈലിയുണ്ട്, പെൺകുട്ടികളുടേതായിട്ടുള്ള ശൈലിയുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട്. സ്കൂൾ തലത്തിലെ കലോത്സവങ്ങളും ക്യാമ്പസ് തലത്തിലെ കലോത്സവങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഇത് രണ്ടും കണ്ടത് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ക്യാമ്പസ് കലോത്സവങ്ങളാണ്. അതെന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ സപ്പോർട്ട്, അതേപോലെ ഒരു ക്യാമ്പസിൽ നിന്ന് നമ്മൾ ഒരു റെപ്രസെന്റ് ചെയ്ത് പോകുമ്പം എന്താ പറയുക അവരുടെ ഒരു സപ്പോർട്ട് വേറെയാണ്. അപ്പം അത് കുറച്ചും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്റ്റേറ്റ് കലോത്സവം എന്ന് പറയുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അതും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷമുണ്ട് രണ്ടിലും പങ്കെടുക്കാൻ പറ്റിയതിൽ. നിവേദിന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തോ? എൻ്റെ അച്ഛൻ്റെ പേര് ഷാജി. അച്ഛൻ കൃഷിക്കാരനാണ്. അമ്മ ഷൈനി, അമ്മ വീട്ടമ്മയാണ്. അതുപോലെ ഏട്ടനുണ്ട്. ഏട്ടൻ ഇപ്പൊ DEd കഴിഞ്ഞു. അതുപോലെ അച്ഛമ്മയുണ്ട്.
അച്ഛമ്മ വീട്ടിൽ തന്നെ. ഓക്കെ. വീട്ടിലാരെങ്കിലും നൃത്തം ചെയ്യുന്നവരുണ്ടോ? ഇതിനോടൊരു താല്പര്യമുള്ളവരുണ്ടോ? ഇല്ല, ആരുമില്ല. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ ടി വിയിൽ കേൾക്കുമ്പോൾ ചുമ്മാ ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പം അച്ഛനാണ് പറഞ്ഞത് അമ്മേനോട് കൊണ്ടുപോയി വിട് എന്ന് പറഞ്ഞത്. അങ്ങനെ അമ്മ കൊണ്ടുപോയി വിട്ടതാണ് ഡാൻസ് ക്ലാസ്സിൽ. തുടക്കം മുതലേ റെസ്റ്റ് ടീച്ചറുടെ കീഴിൽ തന്നെയാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ 18-19 വർഷമായിട്ട് റെസ്റ്റ് ടീച്ചറിന്റെ അണ്ടർ തന്നെയാണ് പഠിച്ചു വരുന്നത്. ക്ലാസിക്കല് മാത്രമാണോ ഇനി മുന്നോട്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ളത് പഠിക്കാൻ താല്പര്യമുണ്ടോ? അല്ലാത്തത് നമ്മൾ കോളേജുകളിലെ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലാത്ത ടൈപ്പ് ഡാൻസും കളിക്കാറുണ്ട്. ക്ലാസിക്കലാണ് മെയിനായിട്ട് കളിക്കാറുള്ളത്. ഇപ്പൊ നിവേദിനെ പോലെ നൃത്തത്തിൽ താല്പര്യമുള്ളവരോട് ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താവും എന്നറിയാത്തവരുണ്ട്, കൃത്യമായിട്ട് പരിശീലനം കിട്ടാത്തവരുണ്ട്. അപ്പൊ അതിയായ താല്പര്യമുള്ളവരോട് നിവേദിന്റെ ഒരു ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് എന്താ പറയാനുള്ളത്? അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഒരിക്കലും അത് പഠിക്കാതിരിക്കരുത്. പൈസേന്റെ കാര്യങ്ങളാണെങ്കിലും അത് ഇപ്പം ഏത് ഗുരു ആണെങ്കിലും അവരോട് സംസാരിക്കുക, നമ്മുടെ കണ്ടീഷൻ ഇങ്ങനെയാണ് എന്നുള്ളത് പറയുക. എന്നിട്ട് നല്ലൊരു അധ്യാപകന്റെ കീഴിൽ തന്നെ പഠിക്കുക, അറിവ് നേടുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അപ്പം നൃത്തം ഒരു പാഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, അത് പ്രൊഫഷനാക്കാൻ കൂടെ താല്പര്യപ്പെടുന്നുണ്ടോ? പ്രൊഫഷനാക്കാനും താല്പര്യപ്പെടുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു ജോലി എനിക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പം അതിന്റെ കൂടെ തന്നെ പാഷൻ പോലെ ഡാൻസ് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. മറ്റെന്തെങ്കിലും ഇപ്പൊ അഭിനയത്തോടൊക്കെ മറ്റോ താല്പര്യം തോന്നിയിട്ടുണ്ടോ? ചെറുപ്പത്തിലൊക്കെ തോന്നിയിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ സിനിമയിലൊക്കെ അഭിനയിക്കണം, ഡാൻസുകാരെയൊക്കെ സിനിമയിൽ എടുക്കുമെന്നൊക്കെ പറയുമ്പോൾ വിനീതും അതേപോലെ അവരൊക്കെ ഡാൻസുകാരാണ്, അപ്പം സിനിമയിലൊക്കെ എടുക്കുമെന്നൊക്കെ പറയുമ്പം ചെറുപ്പത്തിലൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നീട് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ നല്ല ഓഫറുകളൊക്കെ വരുവാണെങ്കിൽ അത് സ്വീകരിക്കും. ട്രൈ ചെയ്തിട്ടുണ്ടോ? ഓഡീഷനായിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ചിലതിലൊക്കെ ഇങ്ങനെ ഫൈനൽ സെലക്ഷൻ വരെ വരും, പിന്നെ ഒരു കോൾ ചെയ്യില്ല, അങ്ങനെയൊക്കെ. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ. നൃത്തത്തിൽ ഒരുപാട് വേദികൾ കീഴടക്കാനും ഒരുപാട് പഠിക്കാനും സാധിക്കട്ടെ. താങ്ക് യു. പഠനത്തിലും കലയിലും ഒരുപോലെ മികവ് പുലർത്തുന്ന നിവേദ് ഷാജി കൽപ്പറ്റ NMSM ഗവൺമെന്റ് കോളേജിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഈ വർഷത്തെ എഫ്സോൺ കലാപ്രതിഭ പട്ടം നേടിയതിലൂടെ തന്റെ നൃത്ത വൈഭവം നിവേദ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. കലയോടുള്ള നിവേദിന്റെ അർപ്പണബോധം വരും തലമുറയിലെ കലാകാരന്മാർക്കും വലിയൊരു പ്രചോദനമാണ്. ഇനിയും വലിയ വേദികളിൽ ഈ പ്രതിഭ തിളങ്ങട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രതിഭയും അതിഥിയും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. പ്രതിഭയും അതിഥിയും. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭാശാലികളെയും വിശിഷ്ടാതിഥികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി പ്രതിഭയും അതിഥിയും.